ഹായ്, വെൽക്കം ടു ടീസ് ക്യൂസൈൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് നോർമലി നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉള്ളിയുടെയോ പച്ചമുളകിൻ്റെയോ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആവശ്യമൊന്നും ഇതിനില്ല. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇതിന് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ ആവശ്യം പോലും ഇല്ല. തണുപ്പുള്ള സ്ഥലത്ത് ഏകദേശം 4 ദിവസം വരെയും ചൂടുള്ള സ്ഥലത്ത് 2 ദിവസം വരെയും ഇത് വെളിയിൽ വെച്ചേക്കാവുന്നതാണ്. ചോറിന് ഇതുണ്ടെങ്കിൽ മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് ചപ്പാത്തി, റൊട്ടി, നാൻ, പൊറോട്ട, അപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷനാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാം. ഇനിയും ഇതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ആകാംക്ഷ കൂട്ടുന്നില്ല. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. 650 ഗ്രാംസ് ചിക്കൻ, ഉപ്പ്, മഞ്ഞൾ, അരമുറി നാരങ്ങയിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെച്ചിരുന്നതാണ്. ഡ്രൈ റെഡ് ചില്ലീസ്, ഇത് എരിവിന് വേണ്ടിയുള്ളതും റെഡ് കളറിന് വേണ്ടിയുള്ളതും രണ്ടും ഈക്വൽ എമൗണ്ട് എടുത്തിട്ടുണ്ട്. ഹോൾ സ്പൈസസ്, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ജാതിപത്രി. ആദ്യം നമുക്ക് ഒരു പാനിൽ ഈ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ചെറിയൊരു മണമൊക്കെ അടിക്കാൻ തുടങ്ങുമ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡ്രൈ റെഡ് ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ രണ്ടും ഓരോരോ പിടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഒരു നല്ല ഒരു മണം വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കല്ലേ, ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇത് ഞാൻ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് ഇതേ പാനിൽ ഒരു 3/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പം ഇതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ നിന്ന് ചെറുതായിട്ട് ഒരു മണം വരാൻ തുടങ്ങുമ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ല പോലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ആദ്യമേ ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതായതുകൊണ്ട് ഞാനിപ്പം ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. ഇത് നിങ്ങൾ വെളിയിലാണ് ഈ ചിക്കൻ വെക്കുന്നതെങ്കിൽ എന്നും രാവിലെ ഇതുപോലെ എടുത്തൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിൽ എണ്ണ പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം യൂസ് ചെയ്ത എത്ര എണ്ണയുണ്ടോ അത് മാത്രം മതിയാവും. നമ്മുടെ ചിക്കന് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്റ്റേജ് എത്തും, അതായത് ഒരു 15-20 മിനിറ്റിനോട് അടുത്ത് കഴിയുമ്പം നമ്മുടെ എണ്ണയൊക്കെ അതിലൊന്ന് പിടിക്കും. പിന്നെ ഒരു ചെറിയ എണ്ണയുടെ ഇതേ കാണത്തുള്ളൂ. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ ഒന്ന് മുറിച്ച് നോക്കാം. അത് ചിക്കൻ മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇത് ചിക്കൻ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കന് ഇപ്പം ആയിക്കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതുമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്